നമസ്കാരം. എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ഫ്രാൻസിസ് തിരുവചനത്തെ ആസ്പദമാക്കി ഇന്നെനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 48-49 തിരുവചനമാണ്. അതെങ്ങനെയാണ്? പതിവ് പോലെ ബാലനായ യേശുവിനെയും കൂട്ടി യേശുവിൻ്റെ മാതാപിതാക്കൾ പെസഹാ തിരുനാളിന് ജെറുസലേം ദേവാലയത്തിലേക്ക് പോയി. തിരുനാൾ കഴിഞ്ഞ് അവർ തിരിച്ചു വരികയായിരുന്നു. ഒരു ദിവസത്തെ വഴി പിന്നിട്ടിട്ടും അവർ യേശുവിനെ കൂടെ കണ്ടില്ല. അപ്പോൾ ബന്ധുക്കളോടെല്ലാം അന്വേഷിച്ചു. അവർ അറിയുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ വീണ്ടും തിരിച്ച് ജെറുസലേം ദേവാലയത്തിലേക്ക് തന്നെ ചെന്നു. 3 ദിവസം കഴിഞ്ഞതിന് ശേഷം അവർ ബാലനായ യേശുവിനെ 12 വയസ്സ് മാത്രം പ്രായമുള്ള ബാലനായ യേശുവിനെ ദേവാലയത്തിൽ കണ്ടെത്തി. അവൻ ഉപാധ്യായന്മാരുമായി ചോദ്യങ്ങൾ ചോദിക്കുകയും അനുസരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയം ബാലനായ യേശുവിനോട് എന്താണ് ചോദിച്ചത്? അപ്പോൾ ബാലനായ യേശു എന്ത് മറുപടിയാണ് കൊടുത്തത്? ഇതാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കേണ്ടത്. അതെങ്ങനെയാണ്? മകനെ, നീ എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? ഞാനും എൻ്റെ പിതാവും നിന്നെ അന്വേഷിച്ച് ഉത്കണ്ഠയോടെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് പരിശുദ്ധ മറിയം ബാലനായ യേശുവിനോട് ചോദിച്ചത്. മകനെ, നീ എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? ഞാനും നിൻ്റെ പിതാവും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. ഇതാണ് പരിശുദ്ധ മറിയം ബാലനായ യേശുവിനോട് പറഞ്ഞത്. അപ്പോൾ ബാലനായ യേശു കൊടുത്ത മറുപടി എങ്ങനെയാണ്? നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കണമെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഇതാണ് ബാലനായ യേശു, 12 വയസ്സ് മാത്രം പ്രായമുള്ള ബാലനായ യേശു പരിശുദ്ധ മറിയത്തിന്, യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയത്തിന് കൊടുത്ത മറുപടി.